2 മിനിറ്റേ ഉള്ളൂ. ഇത് ബോട്ടുകളാണ്. ഈ ബോട്ടുകൾ മീൻ പിടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കൂടാതെ ഈ വള്ളങ്ങളിൽ ആൾക്കാരെ അക്കരയിൽ എത്തിക്കാറുണ്ടോ? ഇല്ല. യാത്രയ്ക്ക് വേണ്ടി വള്ളങ്ങൾ ഉപയോഗിക്കാറില്ലേ? മീൻ പിടിക്കാൻ വേണ്ടി മാത്രമാണ് വള്ളങ്ങൾ ഉപയോഗിക്കുന്നല്ലേ? ഈ ബോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബോട്ടുകളാണോ അതോ ഒറ്റ ബോട്ടായിട്ടാണോ? അത് 3 ബോട്ട്. ഒറ്റ ബോട്ട് ഇങ്ങനെ 3ആയിട്ടാണല്ലോ നമുക്ക് തോന്നുന്നത്. ഓ, ഒറ്റ ബോട്ട് തന്നെ കെട്ടിയിട്ടേക്കും അല്ലേ? ഇത് മത്സ്യ ബോട്ടുകൾ തന്നെയാണല്ലേ? മത്സ്യം പിടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ബോട്ടുകളല്ലേ ഇത്? നമ്മൾ ഈ മത്സ്യത്തെ പിടിച്ചതിന് ശേഷം ഈ മീനുകൾ കൊണ്ടുവന്ന് നീണ്ടകര എങ്ങനെ മാർക്കറ്റിലാണ് കൊടുക്കുന്നത്? ഹാർബറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഹോൾസെയിൽ വിലയ്ക്കാണ് കൊടുക്കുന്നത് അല്ലേ? തൂക്കി കൊടുക്കും അല്ലേ? നമുക്ക് അതിനെക്കാട്ടി നല്ലതെന്ന് ചെയ്യുക ഈ കുരിപ്പുഴ എന്ന സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് മീൻ മേടിക്കുമ്പോൾ നമുക്ക് നല്ല വില കുറച്ച് കിട്ടും. നമ്മൾ പക്ഷേ നീണ്ടകര ചെല്ലുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കാണ് കിട്ടുന്നത്. പക്ഷേ നമ്മളത് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അതിനെക്കാട്ടി വില കൂടും. പിന്നീട് നമ്മുടെ വീടുകളിൽ കൊണ്ടുവരുന്ന പെട്ടിയോട്ടോയിൽ സ്കൂട്ടറിലൊക്കെ കൊണ്ടുവരുന്ന മീനുകൾ വെക്കുമ്പോൾ അതിനെക്കാട്ടി വിലയാണ്. അപ്പോൾ നമ്മൾ വന്ന കുരിപ്പുഴ എന്ന് പ്രകൃതിമയമായ സ്ഥലത്തും രസകരമായ ഒരു സ്ഥലം കാണാനും ബോട്ട് കാണാനും ഒക്കെ ഭംഗിയാണ്. മീൻ പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ മലയാളികളാണോ? ആണ്, എല്ലാം മലയാളികളാണ്. അവിടുത്തെ സ്ഥിരം തൊഴിൽ എന്ന് പറയുന്നത് മീൻപിടുത്തമാണ്. ഇവിടുത്തെ സ്ത്രീകൾ പോലും മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അവർ ഇതേപോലെ വീടിനോട് ചേർന്ന് കായലരികത്ത് അവർ ബണ്ടിൽ കണക്ക് മീനുകൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. അവർ കുലത്തൊഴിലെന്ന് പറയുന്ന കൃഷി മീനാണ്. അവർ ഒരു പറ്റ ആൾക്കാർ കൂട്ടത്തോടെയാണ് ചെയ്യുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം കൂടി ചേർന്ന് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ മീനുകളൊക്കെ അവർ കൃഷി ചെയ്തെടുക്കുന്ന മീനുകളൊക്കെ അവർ അവസാനം കൂട്ടത്തോടെ ചെയ്യുന്ന മീനുകളൊക്കെ അവർ തൂക്കി അവർ തൂക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൂക്കി കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒരു പരസ്പര ധാരണയോടാണ്. എപ്പോഴും ഉടക്കം വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല ഏരിയയിൽ കുറേ ആൾക്കാർ ഇവിടെ വന്ന് മീൻ്റെ വാങ്ങാനും അതുപോലെ കൃഷികൾക്ക് വേണ്ടി ഓരോരുത്തരൊക്കെ വന്ന് ഇവിടെ നല്ല പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ കണ്ടിട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. ശരി, ഓക്കെ, ബൈ. വീണ്ടും